പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സന്തോഷമായി നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥിച്ചെല്ലാം അനുഗ്രഹം പ്രാപിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറയുക. കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത വേണം ഇത് പറയാൻ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവ് കൈനീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, അതുപോലെ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവെ, എല്ലാ മക്കൾക്ക് വേണ്ടി മാറ്റി സമയിക്കണമേ. കർത്താവെ, ഇപ്പോഴ് ഓരോരോ ജീവിത മേഖലകളിലേക്ക് പടന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന മക്കൾ, കുളിച്ചൊരുങ്ങി ഇന്ന് പോകാൻ വേണ്ടി യാത്ര തിരിക്കാൻ പോകുന്ന മക്കൾ, അവിടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോരോ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനൊക്കെ പോണവരുണ്ട്. എന്തെല്ലാം യാത്രയാണ് അങ്ങയുടെ മക്കൾ ചെയ്യണം. അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ, ആ മക്കളെല്ലാം കൂടെ അമ്മ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം മഴവില്ല് പോലെയും സുഗന്ധാഭിഷേകം പോലെയും ആയിരക്കണക്കിന് മനുഷ്യർ ഇപ്പം അനുഭവിക്കുന്നതാണ്. അതേ ചൈതന്യത്താൽ അങ്ങയുടെ മക്കൾ എവിടെയാണ് പരീക്ഷയ്ക്ക് പോകുന്ന മക്കളുണ്ട്, അവരെ നീ ആശീർവദിക്കണമേ. ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുണ്ട്, അവരെ നീ ഇപ്പോഴും ആശീർവദിക്കണമേ. കർത്താവ്, മറ്റു മനുഷ്യരിൽ നിന്ന് സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്ന മക്കളുണ്ട്, ഇപ്പം ആശീർവദിക്കണേ. പെണ്ണ് കാണാൻ പോകുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ യാത്രകൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്. ചന്തയിൽ പോണവരുണ്ട്, പർച്ചേസിങ്ങിന് വേണ്ടി പോണവരുണ്ട്. കർത്താവ്, എല്ലാ സ്ഥലങ്ങളും നീ ഉണ്ടാകും. വഞ്ചിക്കപ്പെടാതിരിക്കാനും ചതിക്കപ്പെടാതിരിക്കാനും അവർ ചെയ്യുന്നതും നേടുന്നതും കൈകാര്യം ചെയ്യുന്ന അവർക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി കർത്താവെ, നിൻ്റെ തിരുമുറുപാടുന്ന വലതു കരുത്താൽ മക്കളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് അമിതമായ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാരത്തിൻ്റെ കാരണങ്ങളെ കർത്താവെ നീ ആശീർവദിച്ചുകൊണ്ട് കർത്താവെ, അങ്ങനെ മക്കൾക്ക് സാന്ത്വനവും സമാശ്വാസവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പൊടിക്ക് വേദന പോലും അനുഭവിച്ച് വരുമ്പോൾ തന്നെ
വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരെ നീ കൈനീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ, കർത്താവ് ഇത് മാറ്റാൻ വല്ല മാർഗമുണ്ടോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചാൽ അങ്കലാപ്പും ആദ്യം കയറി നടക്കുന്നത് ഇന്നലെ രാത്രി ഉറങ്ങാത്ത മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണം കർത്താവേ, ഏറ്റെടുക്കണം കർത്താവേ. കർത്താവ് പല ഭവനങ്ങളും പകുതി പണി നിർത്തിയിരിക്കുന്ന പോലെ പണി നീ വീണപ്പോലെ തോന്നുന്നുണ്ട് ഈശോയെ. പല ഭവനങ്ങളും അടിത്തറ മാത്രം കെട്ടിയിട്ടുണ്ട് കർത്താവ്. ചില വീടുകളിൽ ആ സ്ഥലം പോയി പരിശോധിച്ചിട്ട് ഇവിടെയാണ് പ്ലാൻ, ഇവിടെയാണ് അടിത്തറ വരുന്നതെന്നൊക്കെ പറയുന്നവരുണ്ട് ഈശോയെ. അവിടെ എല്ലാം കർത്താവ് നിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് കർത്താവ് എത്രയും സമയബന്ധിതമായിട്ട് കർത്താവ് നിറവേറാൻ വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളെ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിലും നിലവിൽ സാമ്പത്തിക മേഖലയും സ്ഥാപനങ്ങളുള്ള മുഴുവൻ തടസ്സങ്ങളെ യേശു ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ് ശരീരത്തിന് വേദനയുള്ളവർ, രോഗമുള്ളവർ, ഭാരമുള്ളവർ, ശരീരത്തിൽ സിസ്റ്റുള്ളവർ, മുഴയുള്ളവർ, ശരീരത്തിൽ തിറപ്പുള്ളവർ, ചിരങ്ങളുള്ളവർ, പല പല ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ മക്കളെ ആശ്രയിക്കുന്ന, കോടതി കേസ് കൊടുത്തിട്ടുള്ളവരെ, നല്ല വിധി ആഗ്രഹിക്കുന്നവരെ, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് ഓരോരുത്തരും ചിലരൊക്കെ ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവരുടെ ശരീരം മുമ്പത്തേക്കാൾ ചുരുങ്ങി അവരുടെ ഭാരം കുറഞ്ഞു പോയത് കൊണ്ട് എന്താണെന്ന് അറിയാൻ ആകുലപ്പെടുന്നവരുണ്ട് ഈശോയെ. കാരണം പല പല വിഷയങ്ങൾ ആകുലപ്പെടുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ജനുവരി 5 കർത്താവിൻ്റെ ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ പ്രാർത്ഥനയെ കൂടുന്ന മക്കൾ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശക്തീകരിക്കപ്പെടുകയും കർത്താവിൻ്റെ സ്പർശനത്താൽ സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ്. നമ്മൾ ഇന്ന് വായിക്കുന്ന വചനമുണ്ടല്ലോ, ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കർത്താവ് നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് തരുന്ന വ്യാഖ്യാനം നിങ്ങൾ നേരിട്ട് കേൾക്കാത്ത വ്യാഖ്യാനം. കാര്യം ഈ വചനത്തിനുള്ള ഒരു പ്രത്യേകത, വചനത്തിന് എപ്പോഴും മാംസമാകാൻ ടെൻഡൻസി ഉണ്ട്. അതിലാരാണ് അടയിരിക്കുന്നത് ആണ്. ചില വചനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ചില ഇപ്പോൾ കോഴിമുട്ടയാണെങ്കിലൊക്കെ 21 ദിവസം കൊണ്ടൊക്കെ അത് അടവിരിയും. അതുപോലെ ചില മുട്ടകൾക്ക് 42 ദിവസം വേണം. അതുപോലെ തന്നെയാണ് ഈ വചനത്തിൻ്റെ ഹാച്ചിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് വചനത്തോട് ദൈവസ്നേഹവും വചനത്തോട് പ്രത്യാശയും വചനം കേൾക്കുമ്പോൾ നല്ല വിശ്വാസം, പ്രത്യാശ, സ്നേഹം, വിശ്വാസം തോന്നിയാൽ അത് നിങ്ങൾക്ക് ഉള്ള ദൈവിക പുണ്യങ്ങളനുസരിച്ചാണ് വചനം പെട്ടെന്ന് മാംസമായി ഹാച്ച് ചെയ്ത് വരണത്. അതെപ്പോഴും ഓർക്കണം. അത് വചനം ഹാച്ചായി കഴിഞ്ഞാൽ വചനം ഉൾക്കൊള്ളാൻ പെട്ടെന്ന് സാധിക്കും. നമുക്ക് വചനം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും അനുദിനം. അതുപോലെ വചനം നമുക്ക് കേൾക്കാൻ പോണത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 10:19. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങളായിരിക്കും എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങളോട് സംസാരിക്കുക ഈശോ പറയുന്നുണ്ട് പലയിടങ്ങളിലും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തറിയാമോ? നമ്മൾ ഇപ്പം ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കത്തില്ല സഹന സമയത്ത് നമ്മൾ പറഞ്ഞു വെക്കണത്. ദൈവം ആഗ്രഹിക്കണ തന്നെ സഹന സമയത്ത് പറയുമ്പോഴാണ് ആ സഹനം കുരിശ് കൃപയായിട്ട് മാറണത്. അത് സ്വർഗത്തെ തുറപ്പിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പം സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊല്ലണ ഭാഗമില്ലേ, അപ്പോൾ എന്തുമാത്രം ആൾക്കാർ കല്ലെറിയപ്പെടുന്നുണ്ട്. അപ്പോഴൊക്കെ കല്ലെറിയണം അങ്ങനെ പറഞ്ഞ കാറുകയല്ലേ ഉള്ളു. പക്ഷേ അതാണ് പറയുന്നത്, അത് മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള സ്വരമാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത് ദൈവഹിതപ്രകാരമായിട്ട് ആ ടൈമിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ സ്റ്റീഫൻ എന്താണ് പറയണമെന്ന് നോക്കി, അത് വെച്ച് 7:50 എടുത്തേ. അപ്പോസ്തല പ്രവർത്തനം 7:56. അവൻ പറഞ്ഞു സ്റ്റീഫൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞടുക്കുകയും ചെയ്തു. അതായത് സ്റ്റീഫന്റെ വിചാരണ സമയത്തെ എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് സ്റ്റീഫനോട് പറയുന്നുണ്ട്. അതാണ് ഈ മത്തായിയുടെ 10:19 ഉള്ളത്. ഒരുപക്ഷെ മത്തായിയുടെ സുവിശേഷം ഒക്കെ എഴുതിയത് ഈ സ്റ്റീഫൻ്റെ വർത്തമാനം ഒത്തിരി മാറ്റങ്ങൾ ആദിമസഭയിലുണ്ടാക്കി.
ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയ സാവൂള്, സ്റ്റീഫൻ്റെ ഉടുപ്പ് സൂക്ഷിച്ച സാവൂള് ഇതിനെ മറിച്ച് കളഞ്ഞ ആ സംഭവം. അത് തന്നെയാണ് പിന്നെ സ്റ്റീഫൻ്റെ പറഞ്ഞ വർത്തമാനത്തിൽ നിന്നാണ് പിന്നീട് മത്തായി 10:19 കർത്താവിൻ്റെ വചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മത്തായി ഓർക്കുകയും സ്റ്റീഫൻ ചെയ്തത് ഇതുമായിട്ട് ബന്ധമുള്ളതാകുകയും ചെയ്തുകൊണ്ടാണ് മത്തായി 10:19 പറയണത്. എന്താണ്? ആ സമയത്ത് അറിവ് നൽകുമെന്ന്. സ്റ്റീഫൻ എന്തറിവാണ് കൊടുത്തത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:60. അപ്പോസ്തല പ്രവർത്തനം 7:60. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ. ആ വലിയ സ്വരത്തിൽ വെച്ച് കഴിഞ്ഞാൽ കിടന്ന് കാറുന്നതിന് പകരം പ്രാർത്ഥനയുടെ ഉച്ചസ്വരമാണ്. അവിടെ ഉള്ള എല്ലാവരും ഈ പരിശുദ്ധാത്മാവിന്റെ ഈ വചനം കേട്ട് കാണും. കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. അതായത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സാവൂളിനെ തട്ടപ്പാടെ മറിക്കണത്. എന്താ കാര്യം? സാവൂള് ഗമാലിയൻ്റെ ശിഷ്യനാണെന്നുള്ള ഗമയൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ആ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമൊക്കെ തന്നെയാണ് പുള്ളിയും പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു യഹൂദൻ തന്നെ കല്ലെറിയുന്നവരുടെ മേൽ ആ പാപം ആരോപിക്കരുതെന്ന് പറയണത്. അപ്പോൾ ആരോപിക്കരുതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ താൻ ചെയ്യുന്നത് ഒരു നീചത്തരമാണെന്നുള്ളതിൻ്റെ ചിന്ത സാവൂളിനും ഉണ്ട്. അപ്പോൾ സാവൂളിനെ ഉദ്ദേശിച്ചാണ് സ്റ്റീഫൻ സാവൂളിനെ ഈ സമയത്ത് ജാമ്യത്തിലെടുക്കുകയാണ് പ്രാർത്ഥന കൊണ്ട്. എന്താണ്? സ്റ്റീഫൻ്റെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. എന്താണ്? ഈ പാപം സാവൂളിൻ്റെ മേലും അവരെപ്പോലുള്ളവരുടെ മേലും ആരോപിക്കരുത് എന്നാണ് പറയണത്. ഇത് കേട്ടോടുകൂടി അന്ന് മുതൽ ഈ മനുഷ്യൻ്റെ ഞെട്ട് കണ്ടിക്കാൻ തുടങ്ങിയതാണ്. അതൊക്കെ ചിന്തിച്ചും ആലോചിച്ചും പോകുമ്പോഴാണ് പെട്ടെന്ന് ഇയാൾ ഇടിമിന്നൽ പോലെ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ട് മൊഹാലസ്യപ്പെട്ട് വീഴണത്. ഈ സംഭവം തന്നെയാണ് മർക്കോസും കേട്ടിട്ട് മത്തായിയും കേട്ടിട്ട് പറയണത്. നിങ്ങളെ സ്റ്റീഫനെ പോലെ ആയിരിക്കണം. ഇതുപോലെയുള്ള അനുഭവങ്ങൾ കടന്നു പോയാലും ആ സമയത്തൊക്കെ ദൈവം ആഗ്രഹിക്കുന്നൊരു വർത്തമാനം ഉണ്ടാകും. അതാണ് നമ്മൾ പറയേണ്ടതെന്ന്. മനസ്സിലായില്ലേ? ഓരോ സഹന സമയത്ത് നമ്മൾ എന്ത് പറയണം, നിങ്ങൾ എന്ത് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നൊരു വർത്തമാനം ഉണ്ടാകും. അതുകൊണ്ടാണ് അത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ഉണ്ടാകുന്നത്. എങ്ങനെ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. 8:26 വായിച്ചേ റോമ. നമ്മുടെ ബലഹീനതയിൽ അതുപോലെ കല്ലേറ് കൊള്ളുമ്പോൾ, അതുപോലെ തന്നെ അടി കൊള്ളുമ്പോൾ, എറി കൊള്ളുമ്പോൾ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ആത്മാവ് സ്റ്റീഫനെ സഹായിച്ചു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്, ആ സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് സ്റ്റീഫൻ അറിയത്തില്ലായിരുന്നു, നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പിനാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി സ്റ്റീഫന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ദൈവസന്നിധിയിൽ എന്താണ് പറയണത്? കർത്താവെ, ഈ തെറ്റ് അവരുടെ മേൽ ചുമത്തരുത് എന്നാണ്. അപ്പോൾ ഇത് പരിശുദ്ധാത്മ സഹന സമയത്ത് മിണ്ടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മിണ്ടിപ്പോയാൽ പരിശുദ്ധാത്മാവിലായിരിക്കണം നമ്മൾ മിണ്ടുന്നത്. അപ്പോഴേ നമ്മളറിയാം, നമ്മൾ സ്വർഗം നമ്മുടെ മുമ്പിൽ മുകളിൽ തുറന്നു കിടക്കണം നമ്മൾ അറിയത്തില്ല. നോക്കുമ്പോഴേ നമ്മൾ കാണുന്ന 2 ആൾക്കാരുണ്ട്. ആരാണ്? പിതാവും പുത്രനും. 3 ആൾക്കാർ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. സഹന സമയത്തുള്ള പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കും. അതുതന്നെയായിരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശം സഹനത്തിൻ്റെ. അതുകൊണ്ടാണ് ഈ തെറ്റ് സ്വർഗം തുറക്കാനുള്ളതാണ്. അവരെന്നെ കല്ലെറിയുന്നു, ആ സ്വർഗം തുറക്കാനുള്ളതാണ്. എനിക്ക് എൻ്റെ ഈശോയെ കാണാനുള്ളതാണ്, ഈശോ അപ്പാനെ കാണാനുള്ളതാണ്, അതുപോലെ തന്നെ പരിശുദ്ധനെ കാണാനുള്ളതാണ്. അതുകൊണ്ട് അവരുടെ മേൽ ചുമത്തരുത് എന്ന് പറയുന്നു. ഇത്ര മനോഹരമാണെന്ന ബൈബിളിൽ ആനന്ദിക്കണം മക്കളെ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ ആരാധന നിമിഷങ്ങൾ എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, കർത്താവിൻ്റെ ചില പ്രകൃതങ്ങളാണ്. അതെങ്ങനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ, പ്രാർത്ഥനാ ജീവിതത്തെ ഫലപ്രദമായി സ്വാധീനിക്കണം എന്നാണ് നമ്മൾ ഇത് ആരാധനയെ ധ്യാനിക്കുന്നത്. റെക്കോർഡ് ചെയ്യുന്ന ഞാൻ പ്രകൃതമെന്ന് പറയുന്നത് എന്താണ്? പ്രകൃതമെന്ന് പറയുന്നത് ഇപ്പോൾ ഹാബിറ്റ്, അതിൻ്റെ പ്രത്യേകത എന്താ? റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അത് ഹാബിറ്റാക്കണത്. കർത്താവിൻ്റെ ഒരു ശീലം ആധ്യാത്മികമായും ദൈവാനുഭവത്തിൽ നമ്മളെ വളർത്തുന്നതിന് കർത്താവിൻ്റെ കുറേ പെഡഗോജിയുണ്ട്. അതായത് പരിശീലന രീതികൾ, പാഠ്യപദ്ധതികൾ പോലെ. അതിനകത്ത് ഒന്നാണ് ഭാവിക്കൽ.
കർത്താവിൻ്റെ ശിഷ്യന്മാരെ ദൈവാനുഭവം പഠിപ്പിക്കുന്ന, പ്രാർത്ഥന പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതികളുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ പ്രാർത്ഥിച്ച് വളരാനും ഉയരാനൊക്കെ പറ്റും. അതിൽ ഒന്ന്, കർത്താവിൻ്റെ ഒരു ശീലം, എപ്പോഴും കർത്താവ് നമ്മളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്നത് കാണാം. അത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ നമുക്ക് ഓർക്കാം ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. അങ്ങനെയല്ല, അത് 2 പ്രാവശ്യം ആവർത്തിക്കുകയാണെങ്കിൽ അത് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആക്ഷനാണ്. അതായത് കരുതിക്കൂട്ടി അറിഞ്ഞുകൊണ്ടുള്ളൊരു ആക്ഷനാണ്. അതുകൊണ്ടാണ് നമുക്ക് ധ്യാനിക്കാനുള്ള ആക്സിഡൻ്റായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു വിഷയമല്ല. അപ്പോൾ വളരെ കരുതലോടുകൂടി കരുതിക്കൂട്ടി കർത്താവ് ചെയ്തിട്ടുള്ള ചില പഠന രീതികളുണ്ട്. അത് റെക്കോർഡ് ചെയ്യണ കൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം ഒരേ വിഷയം വരുന്നുണ്ട് ബൈബിളിലെ. കാര്യം അവർ കടന്നു പോകാൻ, ഇപ്പം നമ്മൾ ഉയർപ്പിൻ്റെ കാലമല്ലേ, ഉയർപ്പിൻ്റെ കാലത്ത് ധ്യാനിക്കുന്ന ഏറ്റവും വലിയ ദൈവാനുഭവ വചനങ്ങൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആദ്യ കുർബാനയാണ് ശരിക്കും. ഇപ്പോൾ ആദ്യ കുർബാന നമുക്കറിയാം, ഈ പട്ടക്കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ കുർബാന അർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പുത്തൻ കുർബാന അർപ്പിക്കും. വെച്ചാൽ പിതാവില്ലാതെ ഗുരുപട്ടം തന്ന അഭിഷിക്തനില്ലാതെ ഇടയനില്ലാതെ ആദ്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതാണ് പുത്തൻ കുർബാന. അപ്പോൾ ഈ പുത്തൻ കുർബാന അപ്പോസ്തലന്മാർ അർപ്പിച്ചിരിക്കുന്നത് എമ്മാവൂസിൽ വെച്ചാണ്, എമ്മാവൂസിലേക്ക് പോകുന്ന വഴിയിൽ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഈശോ ഈ ക്ലയഫാസും വേറെ ഒരു ശിഷ്യനും കൂടി തിരിച്ചു പോവുകയാണ്. അവർ ശിഷ്യത്വത്തിൽ നിന്ന് തന്നെ അവർ വിട പറയുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ദേ ആർ ഗോയിങ് ബാക്ക്, ഡിപ്പാർട്ടിങ് ജീസസ്. കർത്താവിനെ വിട്ടും വെച്ച് അവരവരുടെ വഴികളിലേക്ക് വളരെ സങ്കടത്തോടെ ഈശോ പണ്ട് ഈ വിഷയം പറഞ്ഞായിരുന്നു. നിങ്ങളെല്ലാം എന്നെ വിട്ടും വെച്ച് താങ്കളുടെ വഴിയിലേക്ക് പോകുന്ന കാലം വരുമോ? ആധ്യാത്മികതയിലുള്ളതാണിത്. ഓരോരുത്തരും ഏതെങ്കിലും സമയത്ത് തൻ്റെ ദൈവത്തെ വിട്ടും വെച്ചിട്ട് അവനവൻ്റെ വഴികളിലേക്ക് പോകും. മക്കളെ, പോകരുത്. ദിസ് ഇസ് ടൈം ഓഫ് ടെസ്റ്റിംഗ്. ഇതാണ് ടെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ആധ്യാത്മികത എന്ന് പറയുന്നത്, സ്പിരിച്വൽ ലൈഫ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ലൈഫ്. ഞാൻ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ ജീവിതമാണ്. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ, കർത്താവ് ഇടയ്ക്ക് ബുദ്ധി എന്നുള്ള വാക്കിന് വിവേകമുള്ള എന്നൊക്കെ ഈശോ അത് വിവേചന ശക്തി, തിന്മകളെ കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കാൻ, ഇങ്ങനെ വിവേചനമാണ് ഈശോ. ഞാൻ ആ വിവേചനം തന്നെയാണ് ഉദ്ദേശിക്കണമെങ്കിലും ഞാൻ അതിന് ഇൻ്റലക്ച്വൽ ലൈഫ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാര്യം ഇമോഷണൽ ലൈഫ് ഓൾറെഡി ഉണ്ടല്ലോ പ്രയർ ലൈഫിലെ. അപ്പോൾ അതേസമയം തന്നെ ആക്ഷൻ, നമ്മളൊരു പ്രാർത്ഥനാ ജീവിതം ഒരു ഇമോഷണൽ ലൈഫാണ് ആധ്യാത്മികതയെങ്കിലും, പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഇൻ്റലിജൻ്റ് ആയിരിക്കണം നമ്മൾ. ഇപ്പോൾ ഈശോ ഈ ഇൻ്റലിജൻസ് എപ്പോഴും, കാര്യം നമ്മുടെ ആത്മാർത്ഥത എപ്പോഴും ദൈവം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ആ ടെസ്റ്റിംഗ് ടൈം എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ കൊറോണ ടൈമല്ലേ, ഇത് ടെസ്റ്റിംഗ് ടൈമാണ് ശരിക്കും. ഞാൻ അതിലേക്ക് വരാം, ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ധ്യാനിക്കുന്നത് ഞങ്ങൾക്ക് പ്രയോജനപ്പെടാൻ ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്തെങ്കിലും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ദേശാന്തരങ്ങളിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യം അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ ഉടനെ ഭക്തിയോടെ കൈ നെഞ്ചത്ത് വെച്ച് പറയണം കേട്ടോ. കർത്താവിന് തോന്നണ്ടേ നമുക്ക് കർത്താവിന്റെ ആരാധനയുണ്ടെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, യേശുവേ നന്ദി. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.
കർത്താവെ സ്പർശിക്കണമേ, ഭവനങ്ങളെ സ്പർശിക്കണമേ. സമാധാനമില്ലാത്ത ഭവനങ്ങള്, രോഗാതുരമായ ഭവനങ്ങള്, സാമ്പത്തിക ബാധ്യതകൾ വിഷമിക്കുന്ന ഭവനങ്ങള്, മക്കളെ കുറിച്ച് പുറത്ത് വ്യവരാതിക്കൊള്ളുന്ന ഭവനങ്ങളെ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ, എങ്ങനെ കരപറ്റുമെന്ന് നാട്ടിലേക്ക് വരുമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്ന പ്രവാസികള്, ശ്രുതികടേ കർത്താവേ അവരെ സ്പർശിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. നിനക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ശ്രുതികടേ ശ്രുതികടേ വിശുദ്ധരക്തം തളിക്കണമേ, കർത്താവേ വിശുദ്ധരക്തം തളിക്കണമേ. രക്ഷകരമായി അങ്ങേ നാഥനും രക്ഷകനുമായി ആരാധിക്കുന്ന മക്കള്, അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന മക്കള്, ആരാധിക്കുന്ന മക്കളുടെ മേൽ സ്പർശിക്കണമേ. പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. നിങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുക്കിടും ചുരിയനെ കർത്താവേ കണ്ണ തോന്നണമേ. അമ്മേ പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധന്മാരെ, സാക്ഷികളെ മാധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. സ്വസ്ഥം 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 കണ്ണ തോന്നണമേ. നിന്റെ തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് കണ്ണ തോന്നണമേ. മുഴുക്കെടുത്ത് ഓർത്തുകൊണ്ട് കണ്ണ തോന്നണമേ. അഴിപ്പഴിനെ ഓർത്ത് കണ്ണ തോന്നണമേ. അത്ഭുത കർത്താവ് സ്പർശിക്കണമേ. അഴിപ്പഴ പോലെ സ്പർശിക്കണമേ. സൗഖ്യം ഉണ്ടാകട്ടെ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. തിരിച്ചറിയാൻ കഴിയാത്ത കർത്താവ്, തിരിച്ചറിയാൻ കഴിയാത്ത കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകാം. പക്ഷേ നമ്മൾക്ക് കർത്താവിനെ തിരിച്ചറിയണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരു അനുഭവം അപ്പോസ്തല അനുഭവങ്ങളാണ്. അതാണ് 24:16 തിരുവചനങ്ങളിലെ ലുക്കായുടെ സുവിശേഷം 24:16. കർത്താവ് അവരുടെ കൂടെയുണ്ട്, പക്ഷേ അവർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദേനും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? കർത്താവ് എന്നും പറഞ്ഞ് ശരണപ്പെട്ട് നടക്കുന്നവന് കർത്താവിൻ്റെ ഏതെങ്കിലും ഒരു ഫീച്ചറെങ്കിലും തിരിച്ചറിയാം. ഇവരിങ്ങനെ മ്ലാനവദനായി ആകുലപ്പെട്ട് നടക്കണില്ലേ? അപ്പോഴേ കർത്താവിനെ തിരിച്ചറിയാൻ പാടായിരിക്കും. കർത്താവേ എന്നുള്ള ഒരു ഓർമ്മ ഉള്ളിലുണ്ടെങ്കിൽ, ഇപ്പോൾ 21:6 യോഹന്നാൻ്റെ സുവിശേഷം,
ആ ഓർമ്മ എപ്പോഴും ഉള്ളിലുണ്ടെങ്കിൽ കർത്താവിനെ തിരിച്ചറിയാൻ കഴിയും. അതാണ് യോഹന്നാൻ തിരിച്ചറിഞ്ഞത്. ദാറ്റ് ഈസ് ലോർഡ് എന്നല്ലേ യോഹന്നാൻ പറഞ്ഞത്. കർത്താവ് തിബേരിയസ് കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുന്ന സമയമില്ലേ, അത് കർത്താവാണെന്ന് പറഞ്ഞില്ലേ തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ. എന്താണ് യോഹന്നാൻ കർത്താവിന് നെഞ്ചിൽ കിടന്നല്ലേ വളർന്നത് ശരിക്കും. അപ്പം അവന് ആ ഒരു ജ്വരം എപ്പോഴും ഉണ്ടാവും. ഈശോനെ തിരിച്ചറിയാനുള്ള മാർഗം ഈശോയോടുള്ള സ്നേഹജ്വരമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ അദൃശ്യനായി കൂടെയുള്ളപ്പോഴ യോഹന്നാനെ പോലെ തിരിച്ചറിയാനുള്ള ദൈവസ്നേഹത്താൽ ആത്മീയ ജാഗ്രതയാൽ ശരണത്താൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേലും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കർത്താവ് കടന്നു പോകാൻ ഭാവിക്കും. അതാണ് അവർക്ക് സംഭവിച്ചത്. എമ്മാവുസിലേക്ക് പോകുന്ന വഴികളിൽ നേരം വൈകുമ്പോഴേ കർത്താവ് കടന്നു പോകാൻ ഭാവിക്കും. ഇരുളായ്മയിലാണ് എപ്പോഴും കർത്താവിനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരുന്നതും ചിലരെ തിരിച്ചറിയണതും. ഇരുളായ്മയായിരുന്നു. വെളുപ്പാകുന്ന കാലത്താണ് കർത്താവ് തിബേരിയസ് തീരത്തേക്ക് വരുന്നത്. അത് വെളുത്തോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പത്രോസ് ആ മയങ്ങിയ സമയത്ത് തിരിച്ചറിഞ്ഞില്ല. മയങ്ങിയ സമയത്തും യോഹന്നാൻ തിരിച്ചറിഞ്ഞു. ഇപ്പോഴും ഒരു മയങ്ങിയ സമയമാണ്. ഇരുളാകാൻ പോവുകയാണ്. മറ്റത് വെളുപ്പാകാൻ പോവുകയായിരുന്നു. ഇപ്പോൾ രാത്രിയാകാൻ പോവുകയാണ്. ഇപ്പോൾ രാത്രി നേരം വൈകുന്നു. അപ്പോൾ അവരെ കടന്നു പോകാൻ ഭാവിച്ചു. നമ്മൾ 24-28 വായിക്കും. കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവ് ഒരു ഭാവമാണ് ശരിക്കും. ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിട്ടല്ല, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഈശോ ഇങ്ങനെ പറ്റിക്കുന്ന ആളാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം അളക്കാൻ വേണ്ടി. നമുക്കറിയാമല്ലോ, ഈ കടന്നു പോകാൻ ഭാവിക്കണത് എന്തുകൊണ്ടാണ്? നമ്മൾ തിരികെ വിളിക്കാൻ, നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ തിരികെ വിളിക്കും, വിശ്വാസം ഉണ്ടെങ്കിൽ തിരികെ വിളിക്കും, കർത്താവിൻ്റെ അടുപ്പം ഉണ്ടെങ്കിൽ തിരികെ വിളിക്കും. നമുക്ക് കർത്താവിനെ ഫീൽ ചെയ്യാത്തൊരു സമയമാണ്. അങ്ങനെ കർത്താവിനെ ഫീൽ ചെയ്യാത്ത സമയമാണെങ്കിലും അങ്ങനെ ഉണ്ടാകാം. അപ്പോഴും സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവിനെ വിളിക്കും, പ്രാർത്ഥിക്കുക. കർത്താവേ, ഏത് മയങ്ങിയ സമയത്ത്, വിവേചിക്കാൻ പറ്റാത്ത സമയത്ത്, അങ്ങേ അനുഭവപ്പെടാൻ ഇടവരാത്ത സമയത്ത് കർത്താവേ അങ്ങേ വിളിക്കുവാൻ, ജീവിതത്തിലേക്ക് വിളിക്കുവാൻ വിശ്വാസം നൽകണമേ. ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വ കർത്താവേ, ഹല്ലേലൂയ. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ തങ്ങളെ ശിഷ്യന്മാരെ കടന്നു പോകാൻ ഭാവിക്കുന്ന ഈശോയെ മർക്കോസിൻ്റെ സുവിശേഷവും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ശിഷ്യന്മാരെ ആപത്ഘട്ടങ്ങളിലും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു, കടന്നു പോകാൻ ഭാവിക്കുന്നു. നമ്മൾ മർക്കോസിൻ്റെ 6:48 6-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ കർത്താവ് രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിൻ്റെ മീതെ വരികയാണ്.
അപ്പോഴാ ഒരു ടൈം മനസ്സിലാക്കണം. ഇരുട്ടാണ്. എപ്പോഴും കടന്നു പോകാൻ ഭാവിക്കണ സമയത്ത് ഒരു ഇരുട്ടിൻ്റെ പശ്ചാത്തലം ഉണ്ടാകും. ദൈവത്തിൽ അത് മനസ്സിലാക്കണം. ഒരു ഇരുളായ്മയുടെ പശ്ചാത്തലത്തിലായിരിക്കും നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇരുളായ്മ. സാമ്പത്തിക കടമാകാം, ചിലപ്പോൾ ഒരു വ്യക്തിപരമായ രോഗമാകാം. അങ്ങനെയുള്ള ഒരു ഇരുളായ്മയുടെ പശ്ചാത്തലത്തിലാണ് കർത്താവ് നിന്നെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാൻ ആഗ്രഹിക്കണത്. അപ്പം കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കർത്താവ് അതെന്താണ്? അത് ഭാവിക്കണം എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ കടന്നു പോകത്തില്ല. അത് കർത്താവിൻ്റെ ഒരു ഭാവമാണ്. പക്ഷേ വിശ്വാസമുള്ളവൻ, സ്നേഹമുള്ളവൻ അത് തിരിച്ചറിയും. പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങളുടെ ക്ലേശങ്ങളുടെ കാലങ്ങളിലെ ജീവിതത്തിൽ പ്രകാശം കുറഞ്ഞിരിക്കുമ്പോൾ ദൈവം ഞങ്ങളെ തിരക്കണില്ല, അന്വേഷിക്കണില്ല. കർത്താവേ, അവൻ ഇടിച്ചുകൊണ്ട് കടന്നു പോകുന്നുവെന്നുള്ള ധാരണയുള്ള എല്ലാ മനുഷ്യരും കർത്താവേ, കർത്താവിൻ്റെ പരീക്ഷണത്തെയും സ്നേഹത്തെ അളക്കുന്ന അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലെ തിരുവുള്ളവരാകുവാൻ ആത്മാർത്ഥമായ ആധ്യാത്മിക ജീവിതത്താൽ കർത്താവിന്റെ ഉത്തരം നൽകുവാൻ, കർത്താവിനെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ രക്ഷക കർത്താവേ.